ലഹരി സംഘങ്ങൾക്കെതിരെ കേരളം കണ്ട ഏറ്റവും വലിയ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ എന്ന ആ പദ്ധതി കേരളമാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല ചുമതലയേറ്റപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചത് ഓപ്പറേഷൻ തൂഫാൻ എന്ന ലഹരിക്കെതിരായ ഈ പോരാട്ടമാണ്. ആഭ്യന്തരമന്ത്രിയായി വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇതേ കണ്ണൂർ ടൗണിലടക്കം ഇത്തരത്തിലുള്ള വാക്കത്തോൺ നടത്തിയിട്ടുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടം, ആ പോരാട്ടം ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുള്ളത്. കണ്ണൂരിൽ ഇന്നും പോലീസിൻ്റെ നേതൃത്വത്തിൽ, കണ്ണൂർ സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ വാക്കത്തോൺ നടക്കുകയാണ്. അതിനൊപ്പം ഈ നാടൊന്നാകെ ചേരുകയാണ്. MLA മാരായ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, KV സുമേഷ്, അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ നാടൊന്നാകെ ഓപ്പറേഷൻ തൂഫാൻ എന്ന ഈ പദ്ധതിക്കൊപ്പം ചേരുമ്പോൾ നമുക്കും അതിനൊപ്പം കൈകോർക്കാം എന്ന ഒരു സന്ദേശം എല്ലാവർക്കും നൽകുകയാണ് ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിൻ്റെ ഏത് പ്രസംഗമെടുത്താലും ഓപ്പറേഷൻ തൂഫാൻ എന്ന ലഹരി മാഫിയക്കെതിരായ ഈ പോരാട്ടത്തിൻ്റെ കാര്യം മാത്രമാണ് ആഭ്യന്തരമന്ത്രി എപ്പോഴും ജനങ്ങളോട് പറയുന്നത്. ഒരു തപസ്യ എന്ന പോലെ ഈ ലഹരി മാഫിയക്കെതിരായ പോരാട്ടം ഏറ്റെടുത്ത മന്ത്രി ഇപ്പോൾ വാക്കത്തോൺ നയിക്കുകയാണ്. ഈ വലിയ ജനസന്നാഹം ഈ വാക്കത്തോണിനൊപ്പം ചേർന്നിട്ടുമുണ്ട്. എന്തായാലും ജനങ്ങളൊന്നാകെ ഇങ്ങനെ വലിയ രീതിയിൽ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിക്കൊപ്പം ചേരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷയും വരികയാണ്. മിനിസ്റ്റർ, ഈ നാടൊന്നാകെ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പദ്ധതി. തീർച്ചയായിട്ടും ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. പണ്ടൊക്കെ ആളുകൾക്ക് മാഫിയയെ പേടിയായിരുന്നു, ഇപ്പം മാഫിയയ്ക്ക് ജനങ്ങളെ പേടിയാണ്. ആ മട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. കേരള പോലീസ് ഒറ്റക്കെട്ടായി ഇതിന് മുന്നിൽ നിൽക്കുന്നു. ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കാളിയാകുന്നു. ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ഒരു വലിയ മുന്നേറ്റമാണിത്. ഇത് വിജയം കണ്ടേ ഞങ്ങൾ നിർത്തും. ഇതൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കും, ജനങ്ങൾ ജയിക്കും. നമ്മുടെ യുവതലമുറയെ രക്ഷിക്കാനുള്ള ഈ നീക്കത്തിൽ എല്ലാവരും പങ്കാളിയാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മിനിസ്റ്റർ, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ ഇത് കൂടുതലായും ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മറ്റ് വിജയ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടു. അവരൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ജനങ്ങൾ വിചാരിച്ചാൽ ഏതാ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്തത്? ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്. കാരണം ഇതൊരു വലിയ ദുരന്തമാണ്. ഓരോ കുടുംബവും അനുഭവിക്കേണ്ട പ്രയാസമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് നമുക്ക് പരിപൂർണമായി കേരളത്തിൽ നിന്ന് ഒഴിവാക്കണം. ഇത് ഈ തുടങ്ങിയതിന് ശേഷം വരവ് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അവരിപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അവർക്കറിയാം ഇത് പിടിക്കുമെന്ന്. അതുകൊണ്ട് അവർ പല മാർഗങ്ങൾ നോക്കുകയാണ്. ആ മാർഗങ്ങളൊക്കെ നമ്മൾ അടയ്ക്കും. ഈ സ്മോൾ ക്വാണ്ടിറ്റി, ഇപ്പോൾ നിയമത്തിൻ്റെ പഴുതുകളാണ് ഈ മാഫിയ സംഘങ്ങളൊക്കെ തന്നെ. അതായത് സിന്തറ്റിക് ട്രാക്ക് ആണെങ്കിൽ, സിന്തറ്റിക് ഡ്രഗ്സ് ആണെങ്കിൽ 1/2 ഗ്രാമിന് താഴെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു കാര്യം, ആ നിയമ ഭേദഗതിക്ക് വേണ്ടി കേന്ദ്രത്തെ സമീപിക്കുന്നു. NDPS ആക്ടിൽ ഭേദഗതി വരുത്തണം, അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. ഈ ജനങ്ങളുടെ ഈ പിന്തുണ അത് ശരിക്കും ലഹരി മാഫിയ ഒരു ഭീതിയിലേക്ക് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെ ഏകദേശം നിർത്തിയിരിക്കുകയാണ്. നമ്മളിത് നിർത്തുമ്പോൾ തുടങ്ങാൻ വേണ്ടി ഇരിക്കുക, നമ്മൾ നിർത്തില്ല. അതാണ് നമ്മുടെ പരിപാടി. KV സുമേഷ് MLA കൂടി. എന്തായാലും എങ്ങനെയാണ് ഈ ലഹരി മാഫിയക്കെതിരായ ഈ പോരാട്ടത്തിൽ നിങ്ങളും പങ്കാളികളാവുകയാണ്? തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ ഒരു പൊതുകാര്യമല്ലേ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നല്ലതുപോലെ ഈ ലഹരി എന്നത് കേരളത്തെ വിഴുങ്ങുന്ന ഒരു വലിയ മാഫിയ സംഘത്തെ അമർച്ച ചെയ്യാനുള്ളൊരു നീക്കമാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അത് കേരളത്തിൻ്റെ ഒരു എല്ലാവരും ചേർന്ന് കൂട്ടായി ഏറ്റെടുത്ത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തായാലും കേരളം ഒറ്റക്കെട്ടായി ലഹരി മാഫിയക്കെതിരായി ഈ പോരാട്ടം നയിക്കുകയാണ്. അതിന് മുന്നിൽ നിന്ന് നയിക്കുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എന്തായാലും ലഹരി മാഫിയ സംഘവുമായുള്ള ഈ പോലീസിൻ്റെ അതിശക്തമായ, പോലീസിൻ്റെയും എക്സൈസിൻ്റെയും, പോലീസ് ഓപ്പറേഷൻ തൂഫാൻ ആണെങ്കിൽ എക്സൈസ് തണ്ടർ എന്ന ഓപ്പറേഷൻ തണ്ടർ എന്ന പദ്ധതിയുമായാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അതിശക്തമായ ഒരു പോരാട്ടം ലഹരിക്കെതിരെ നടക്കുകയാണ്. അതിനെ നയിക്കുകയാണ് ആഭ്യന്തരമന്ത്രി ചെയ്യുന്നത്. എന്തായാലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കണ്ണൂർ ഷോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെ കേരളത്തിലേക്ക് വരുന്നത്. അത് തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും
ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പോലീസിൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസാരിച്ചു. അങ്ങനെ അവരോട്, അതായത് അതിർത്തികളിലെ ഒരു പരിശോധന അത് ശക്തമാക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലും വിജയിക്കുകയാണ് കേരളം. അങ്ങനെ ലഹരിക്കെതിരായ ആ പോരാട്ടത്തിൽ നമ്മൾ ഒന്നിച്ച് കൈകോർക്കുകയാണ് എന്നാണ് KV സുമേഷ് MLA യും പറയുന്നത്. രാഷ്ട്രീയമില്ല ഈ ലഹരിക്കെതിരായ ഈ പോരാട്ടത്തിൽ എന്നുകൂടി വ്യക്തമാക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചെയ്തിട്ടുള്ളത്. എന്തായാലും കണ്ണൂർ കൈകോർക്കുകയാണ്. ലഹരി മാഫിയക്കെതിരായ പോരാട്ടത്തിൽ കണ്ണൂർ കൈകോർക്കുകയാണ്. കണ്ണൂർ നഗരത്തിലൂടെ വാക്കത്തോൺ നടക്കുകയാണ്. കണ്ണൂർ സിറ്റി പോലീസാണ് ഇത്തരത്തിലുള്ളൊരു വാക്കത്തോൺ സംഘടിപ്പിച്ചുള്ളത്. സിറ്റി പോലീസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, കണ്ണൂരിൽ അതിശക്തമായ നടപടിയാണ് സിറ്റി പോലീസ് ഈ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു, നിരവധി പ്രതികൾ അറസ്റ്റിലായി, കിലോ കണക്കിന് കഞ്ചാവ്, നിരവധി അത്രയും കിലോ കണക്കിന് സിന്തറ്റിക് ഡ്രഗ്സുകൾ. അങ്ങനെ കണ്ണൂർ സിറ്റി പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ കണ്ണൂർ റൂറൽ പോലീസിൻ്റെയും നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലാകെ അതിശക്തമായ ഒരു നടപടികളും നടക്കുന്നു. അങ്ങനെ ഈ വാക്കത്തോൺ എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെ ഒരു ശബ്ദമായി മാറുന്നു. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരായ ഒരു മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ് ഈ വാക്കത്തോൺ. പോലീസിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ വന്നതോടുകൂടി തന്നെ ഈ ലഹരി മാഫിയ സംഘം പിന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. ഒരു തരത്തിലും ഇതിൽ നിന്നും തങ്ങൾ പിന്നോട്ട് പോകില്ല എന്നുകൂടി ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലഹരി മാഫിയ സംഘത്തിൻ്റെ വേരറുക്കാതെ ഈ ഓപ്പറേഷൻ തൂഫാൻ നിർത്തില്ല എന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത്. ഒരു തരത്തിൽ ഇത്രയും ശക്തമായ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഇത്രയും ശക്തമായ ഒരു പോരാട്ടം അത് ഒരുപക്ഷെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല. ജനങ്ങൾക്കൊപ്പം ഒരു ആഭ്യന്തരമന്ത്രി തന്നെ നടക്കുകയാണ്. അതാണ് ഈ പോരാട്ടത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു കാര്യം. അതായത് സമൂഹത്തെ ഒന്നാകെ ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു കാര്യമാണ് ആഭ്യന്തരമന്ത്രി നേരിട്ട് നടത്തുന്നത്. എന്തായാലും ഈ പോരാട്ടം അത് വിജയം കണ്ടേ അവസാനിപ്പിക്കൂ എന്നാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ഇങ്ങനെ ജനങ്ങൾ ഒന്നാകെ ഇങ്ങനെ ചേരുകയാണ് ഈ തൂഫാൻ പിന്തുണയുമായി. സ്ഥിരം പറഞ്ഞ പോലെ ഇതൊരു പോലീസിൻ്റെ പോരാട്ടം മാത്രമല്ല, ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രം ജയിക്കാൻ പോകുന്ന ഒരു സംവിധാനമാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ. ഇന്ന് ലൈവായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്, ഇത്ര ജനങ്ങൾ ഇതിന് സപ്പോർട്ടായിട്ട് ഇന്ന് പറയുകയാണ്. ഇതിൻ്റെ വർക്ക്സ് തൂഫാൻ ഭാഗമായിട്ടുള്ള കണ്ണൂർ പോലീസ് എടുക്കുന്ന വർക്ക് കണ്ടിന്യൂ ആവും. ജനങ്ങളുടെ പിന്തുണ ഇതിലുണ്ട്. ജനങ്ങളുടെ കോപ്പറേഷൻ ഇനിയും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ അത് നമ്മുടെ ഈ ലഹരി മാഫിയ സംഘത്തിൻ്റെ കണ്ണൂരിൻ്റെ വേരറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കം നമുക്ക് ഇടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഡെഫിനറ്റായിട്ടും, തീർച്ചയായിട്ടും. കാരണം 5 കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസസാണ് ഒരു മാസം ഉള്ളിൽ പിടിച്ചത് കഴിഞ്ഞ മാസം. ഇതുവരെ അങ്ങനെയുള്ള ഒരു കണക്ക് കണ്ണൂർ സിറ്റി പോലീസ് കണ്ടിട്ടില്ല. നിങ്ങൾക്കറിഞ്ഞ പോലെ കൂത്തുപറമ്പ് 33 കിലോഗ്രാം കഞ്ചാവ് ഒഡീസയിൽ നിന്ന് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്ന കഞ്ചാവ് ഞങ്ങൾ പിടിച്ചു. ഖജറൂർ സ്റ്റേഷനിൽ 338 ഗ്രാം MDMA ഒരു വലിയ ക്യാച്ചാണത്. കൂടാതെ തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം 185 ഗ്രാം MDMA ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി കേസുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ലൈവായിട്ടുള്ള ഇതിൻ്റെ കാരണം കൂടി നമുക്ക് മുമ്പ് ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയ ശേഷം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആയാലും ഇൻ്റലിജൻസ് ആയാലും ജനങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനിയും ഞാൻ അഭ്യർത്ഥിക്കുന്നത്, നമ്മുടെ നമ്പറുണ്ട്, ടോൾ ഫ്രീ നമ്പറുണ്ട് 99959666. അതിലൊരു വാട്സാപ്പ് ചെയ്താൽ മതി. യോദ്ധാവിൻ്റെ നമ്പറാണ് ഇത്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി അതിൽ സേഫാണ്. നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പൊതുസമൂഹം കൂടി ഒന്ന് സഹകരിക്കണം. അതായത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ലഹരി മാഫിയ സംഘങ്ങൾ ഉണ്ട് എന്ന ഏതെങ്കിലും ഒരു സൂചന ഉണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുക. അവരുടെ വിവരങ്ങൾ രഹസ്യമായി പോലീസ് സൂക്ഷിക്കും. തീർച്ചയായിട്ടും. ഒരു പോലീസ് സ്റ്റേഷനിൽ എടുത്താൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഉള്ള ജനങ്ങൾ 1,20,000 പോപ്പുലേഷനാണ്. അവിടെയുള്ള പോലീസുകാർ 50-60 പോലീസുകാരാണ്. സോ ജനങ്ങളും പോലീസ് പോലെയാണ്, ജനങ്ങളും പോലീസാണ്. ജനങ്ങളുടെ സഹകരണത്തോട് മാത്രമേ നിങ്ങൾക്ക് ഈ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും ആഭ്യന്തരമന്ത്രി തന്നെ നമ്മളോടൊപ്പം അല്പം മുമ്പ് പറഞ്ഞത് ഇത് കുറഞ്ഞിട്ടുണ്ട്, ഈ വരവ് കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അവർ പിൻവാങ്ങിയ ഒരു മട്ടാണ്. പക്ഷേ അടങ്ങിയിരിക്കില്ല പോലീസ്. ഇല്ല, ഇത് കംപ്ലീറ്റ് എൻഡ് വരെ പോരാടും. ലോജിക്കൽ എൻഡിലേക്ക് കൊണ്ടുവരും.
എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ് സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതായത് ആഭ്യന്തരമന്ത്രി മുന്നിൽ നിന്ന് നയിക്കുന്നു, പോലീസ് അത് അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ പോരാട്ടം ഞങ്ങൾ വിജയം കണ്ടേ അവസാനിപ്പിക്കൂ എന്ന് സിറ്റി പോലീസ് കമ്മീഷണറും പറയുന്നു. റൂറൽ പോലീസും റൂറൽ SP കൂടി ആഭ്യന്തരമന്ത്രി ഇപ്പോൾ പറഞ്ഞ നമ്മൾ ഈ ലഹരി മാഫിയ സംഘങ്ങളെ അടിച്ചമർത്തിയതിനു ശേഷമേ ഈ പോരാട്ടം ഞങ്ങൾ അവസാനിപ്പിക്കൂ എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. പോലീസ് ആ കാര്യം പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അല്ല, ഇത് നമ്മൾ ശക്തമായ പോലീസ് നടപടിയോടൊപ്പം ഇതൊരു പീപ്പിൾസ് മൂവ്മെൻ്റ് ആയിട്ട് മാറ്റാനാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ ലഹരിയിൽ നിന്ന് പീപ്പിൾസിനെ വിമുക്തം ഉണ്ടാവും, മുക്തിക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ജനങ്ങളുടെ ഒരു സപ്പോർട്ട് എന്തായാലും ഉണ്ട്. നല്ല രീതിയിൽ എന്തായാലും IG ആണ് നമ്മോട് സംസാരിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ കാര്യത്തിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ആഭ്യന്തരമന്ത്രി തന്നെ ഇതിന് നേതൃത്വം നൽകുന്നു എന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി പോലീസിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ലഹരി മാഫിയ സംഘത്തിൻ്റെ വേരറുക്കാതെ ഞങ്ങൾ ഈ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു, പോലീസും അത് തന്നെ പറയുന്നു. എന്തായാലും അതിശക്തമായ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. അതിനൊപ്പം നമ്മൾ ഓരോരുത്തരും അണിചേരുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ഒരു തരത്തിലും ഞങ്ങൾ പിന്മാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ പോലീസും വ്യക്തമാക്കുന്നത്. അതിശക്തമായ ആ പോരാട്ടത്തിനൊപ്പം ഞങ്ങൾ അണിചേരുമെന്ന് ഈ ജനാവലി ഒന്നാകെ ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. ഒരുപക്ഷെ ലഹരിക്കെതിരെ ഇത്രയും വലിയ ഒരു പോരാട്ടം കേരളം ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ പോരാട്ടം തുടരും എന്ന് ആഭ്യന്തര മന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ ഇച്ഛാശക്തിയുടെ ആ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് മാത്രം അല്ല ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം പോരാട്ടം നടത്തിയത്. അദ്ദേഹം ഈ ആഭ്യന്തരമന്ത്രി ആകുന്നതിന് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ കൂടി ഇതേ കണ്ണൂരിൽ വെച്ച് ഇതിനേക്കാൾ കൂടുതൽ ആളുകളുമായി ഇവിടെ നടന്ന ചരിത്രം കൂടി രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ആ പോരാട്ടം അദ്ദേഹം തുടരുന്നു. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ആ പോരാട്ടം തുടരുമ്പോൾ വിജയം കണ്ടേ അവസാനിപ്പിക്കൂ എന്ന് പ്രഖ്യാപിക്കുകയാണ് പോലീസും ആഭ്യന്തരമന്ത്രിയും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.